നാവ് കൊണ്ട് ചെയ്യുന്ന പാപത്തിന് നാം അനുഭവിക്കേണ്ടിയ ശിക്ഷ എന്തൊക്കെയാണ്? അങ്ങനെ നാവ് കൊണ്ട് പാപം ചെയ്ത ഒരു നാവിനെ എപ്രകാരമാണ് ദൈവം ശുദ്ധീകരിക്കുന്നത്? അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു നാവിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇതായിരുന്നു നമ്മൾ രാവിലെ ചിന്തിച്ചത്. അതിൽ നാം ഇന്ന് രാത്രി ഒരുമിച്ച് ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം ശുദ്ധീകരിക്കപ്പെട്ട നാവിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്. അപ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്ത തൻ്റെ നാവിൻ്റെ അകത്ത് അശുദ്ധി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ യെശയ്യാവ് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് കരയുകയാണ്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നുവല്ലോ, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ യഹോവയാകുന്ന ദൈവം സാറാഫുകളിൽ ഒരുത്തൻ അത് എന്താണ് ചെയ്തത്? യാഗപീഠത്തിൽ നിന്ന് ഒടുക്കൊണ്ട് ഒരു കനലെടുത്ത് യെശയ്യാവിന്റെ നാവിനെ തൊടുവിക്കുകയാണ്. അപ്പോൾ യെശയ്യാവിന്റെ നാവിനെ ആ യാഗപീഠത്തിന്റെ കനൽ തൊട്ടപ്പോൾ അവന്റെ നാവ് അത് ശുദ്ധിയുള്ളതായി മാറുവാനായിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് കർത്താവാണ്. കർത്താവിന് മാത്രമാണ് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം ശുദ്ധീകരിക്കപ്പെട്ട നാവിന്റെ പദവികൾ എന്തൊക്കെയാണ്, ശുദ്ധീകരിക്കപ്പെട്ട നാവിന്റെ അധികാരം എന്തൊക്കെയാണെന്ന് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിന്റെ 24 വരുമ്പോൾ ബൈബിൾ പറയുകയാണ്. സദൃശവാക്യം 16-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, അത് മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. അപ്പോൾ ഇമ്പമുള്ള വാക്ക് അത് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ഒരു നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ അത് ഇമ്പമുള്ള വാക്കുകളായിരിക്കും, അത് മാധുര്യമുള്ള വാക്കുകളായിരിക്കും. മറ്റുള്ളവരോട് നാം അതെ അഭിഷേകമുള്ള ഒരുവൻ അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുവൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവന്റെ നാവിൽ നിന്ന് പുറത്തു വരേണ്ട വാക്കുകൾ ഇമ്പമുള്ള വാക്കുകളായിരിക്കണം. അപ്പോൾ ഇമ്പമുള്ള വാക്കുകളുടെ പ്രത്യേകത അത് മനസ്സിന് അത് മധുരമായിരിക്കും. തകർന്നിരിക്കുന്ന മനസ്സിന്, അതെ കലങ്ങിയിരിക്കുന്ന മനസ്സിന് ഇമ്പമുള്ള വാക്കുകൾ അത് മധുരമായി മാറും. എന്നിട്ട് അടുത്ത വാക്ക് അത് അസ്ഥികൾക്ക് ഔഷധവും തന്നെ. അത് ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 11 വരുമ്പോൾ അവിടെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. ഹല്ലേലൂയ. ഉത്തമഗീതം 4:11 അല്ലയോ കാന്തേ, നിന്റെ അധരങ്ങൾ തേൻകട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്, നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബനോന്റെ വാസന പോലെ ഇരിക്കുന്നു. അപ്പോൾ സഭയാകുന്ന കാന്തയുടെ വാക്കുകൾ എങ്ങനെയാകണമെന്ന് അവിടെ പറയുകയാണ്. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. അപ്പോൾ സഭയാകുന്ന കാന്തയാകുന്ന നമ്മുടെ വാക്കുകൾ മാധുര്യമേറിയ വാക്കുകളായിരിക്കണമെന്ന് ദൈവം പറയുകയാണ്. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? മാധുര്യമുള്ളതായിരിക്കണം. മറ്റുള്ളവർക്ക് നാം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരാശ്വാസം ഉണ്ടാകുവാനായിട്ടിടയായി തീരണം. മറ്റുള്ളവർക്ക് നാം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ബലം വർദ്ധിക്കുവാനായിട്ടിടയായി തീരണം. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ നമ്മുടെ വാക്കൊരുവൻ കേൾക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവകൃപ വ്യാപരിക്കണം. അവന്റെ ജീവിതത്തിന്റെ അകത്ത് ആത്മീക വർധനവ് നാം പറയുന്ന വാക്കുകൾ മൂലം ഉളവാകുവാനായിട്ടിടയായി തീരണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ട വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളായിരിക്കണം? നല്ല വാക്കുകളായിരിക്കണം. ആ വാക്ക് കേൾക്കുന്നവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കണം. ആ വാക്ക് കേൾക്കുന്നവർക്ക് ആത്മീക വർധനം ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടേണ്ട വാക്കുകൾ, ശുദ്ധീകരിക്കപ്പെട്ട അധരത്തിൽ നിന്ന് പുറപ്പെടേണ്ട വാക്കുകൾ കൃപയുടെ വാക്കുകളായിരിക്കണം, ആത്മീക വർധനയ്ക്ക് ഉതകുന്ന വാക്കുകളായിരിക്കണം. അതുകൊണ്ടാണ് സഭാപ്രസംഗി 10:12 ബൈബിൾ പറയുകയാണ്, ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്. അപ്പോൾ ഒരു ജ്ഞാനിയുടെ വായിലെ വാക്ക് എങ്ങനെയുള്ളതായിരിക്കണം? ലാവണ്യമുള്ള വാക്കായിരിക്കണം, മാധുര്യമുള്ള വാക്കായിരിക്കണം. അപ്പോൾ ഇനി പിന്നെ ബൈബിൾ മുന്നോട്ട് പഠിക്കുമ്പോൾ കാണാൻ പറ്റുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഒരു അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ച ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വാക്ക് എങ്ങനെയായിരിക്കണമെന്ന് അവിടെ പറയുകയാണ്. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്, അല്ലെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു.
നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം? തളർന്നിരിക്കുന്നവരെ താങ്ങുന്ന വാക്കുകളായിരിക്കണം. ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാൻ